നിങ്ങളെല്ലാം 3-4 ദിവസം കഴിഞ്ഞ് ഡൽഹി പോകുന്നതുകൊണ്ടാണോ ഇപ്പം പാസ്സാക്കുന്നുള്ള സംശയം വരെ നമുക്കുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താണ് വരുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ആ മറുപടി എന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു അടിയന്തര കൗൺസിലിൽ വളരെ പെട്ടെന്ന് വലിയ പഠനമില്ലാതെ ഈ പദ്ധതി കൊണ്ടുവന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങളും. ഏത് ഭാഗമാണ്, മുഴുവൻ ഭാഗമാണെങ്കിൽ മുഴുവൻ ചെയ്യാം, അല്ല ഏത് ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഇപ്പം തന്നെ വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടെക്നിക്കൽ ഡോക്യുമെൻ്റ് പൂർണ്ണമായി ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ടെക്നിക്കൽ ലിറ്ററസി ഇല്ലാത്ത ആളുകളാണ് നമ്മളെല്ലാ ആളുകളും. അതുകൊണ്ട് ദിവസങ്ങളെടുത്തുകൊണ്ട് അടിയന്തര നോട്ടീസ് കൊടുത്തിരുന്നാൽ പോലും നിലവിലുള്ള നിയമവും ചട്ടവും കൃത്യമായി പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ പലരാണ് ഇന്ന് ഈ സഭയിലിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഒരു ദിവസത്തെ ഒരു ടൈം എടുത്തുകൊണ്ട് ചില സമയത്ത് അടിയന്തരമായ ചില കാര്യങ്ങളിൽ നമുക്കത് വേണ്ടി വരുമെന്നുള്ള കാര്യം ഒഴിവാക്കുന്നില്ല. പക്ഷെ അത് ഒരു നല്ല ആലോചനയിലൂടെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കും നല്ലത് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളിൽ ഞങ്ങളാരും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചറിയിക്കുമ്പോഴാണ് ഈ അടിയന്തര യോഗത്തെ സംബന്ധിച്ച് അറിയുന്നത്. അതുതന്നെ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അതൊരു ജനാധിപത്യ രീതിയാണ്. മേയർ തന്നെ ഇപ്പോൾ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ സൂചിപ്പിച്ചതാണ്. അതിനേക്കാൾ ഗൗരവമാണ് കൗൺസിലിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ളതെന്നുള്ള യാഥാർത്ഥ്യവും കാണേണ്ടതാണ്. ഇതിലെ രണ്ടാമത്തെ അജണ്ടയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ചില സംശയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലമാണ് തിരുവനന്തപുരം നഗരസഭയിൽ എന്നല്ല കേരളത്തിൽ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ ഏറ്റെടുത്ത് നമ്മൾ നടത്തി വരികയാണ്. ആ കാര്യങ്ങൾ തുടർന്നും നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ എതിരൊന്നുമല്ല. അത് കൃത്യമായി തന്നെ പരിപാലിച്ചു പോകണം, അത് നടപ്പിലാക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഈ കാര്യത്തിലും ആ ഒരു അജണ്ടയിൽ ഊന്നി അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ചില സംശയങ്ങൾ. ഒന്ന്, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താണ് വരുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ആ മറുപടി എന്നുള്ളതല്ല. ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ നഗരസഭാ കൗൺസിലിനൊരു ധാരണ ഉണ്ടാകും. സ്മാർട്ട് സിറ്റിയുടെ 2ാം ഘട്ട പദ്ധതിയിലെ ഫണ്ടിങ് ആണിതെന്ന് മനസ്സിലാക്കും. പക്ഷെ അതിൻ്റെ ഭാഗമായി തന്നെ ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ റാപ്പിഡ് സിസ്റ്റമാണ് നമ്മൾ കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, റാപ്പിഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ച് ഈ സഭയിലെ ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. എന്താണ് മെക്കനൈസായി കമ്പോസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പം അതിനെ സംബന്ധിച്ചുള്ള സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പം നിലവിലുള്ള വികേന്ദ്രീകൃത സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിവരുന്ന ചെലവ് ഉള്ള സംവിധാനങ്ങൾ വരണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു അടിയന്തര കൗൺസിലിൽ വളരെ പെട്ടെന്ന് വലിയ പഠനമില്ലാതെ ഈ പദ്ധതി കൊണ്ടുവന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. ഒന്നാമത് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പല വാർഡുകളുടെ തന്നെ പേരെടുത്ത് അവിടെ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സംവിധാനങ്ങൾ ഈ പല വാർഡുകളിലുള്ള ആളുകൾ, ഈ വാർഡുകളുടെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള വലിയ സംശയങ്ങളുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആവട്ടെ, വള്ളക്കടവാവട്ടെ, മണക്കാടാവട്ടെ, പാങ്ങോടാവട്ടെ, അണ്ണന്തലയാവട്ടെ, മുക്കത്തറയാവട്ടെ, കല്ലടിമുഖമാവട്ടെ, അപ്പോൾ ഒരേ സമയത്ത് ഈ ആഴ്ച എല്ലാ വാർഡുകളുടെ കമ്മിറ്റികളും സഭകളും കൂടുകയാണ്. അങ്ങനത്തെ പദ്ധതികളൊക്കെ കൂടുമ്പോൾ ഒരു തരത്തിലുള്ള അറിയിപ്പും ചർച്ചയും ഒന്നുമില്ലാതെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, ഏകദേശം 150 കോടി രൂപയുടെ പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് ഒരു ചർച്ചയില്ലാതെ പാസ്സാക്കേണ്ടതിനോട് നമ്മൾ എതിർക്കുകയാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഫേസ് ഒഴികെ ബാക്കിയെല്ലാം ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ്. ഈ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് പൂർണ്ണമായി ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുവാനുള്ള
ഒരു ടെക്നിക്കൽ ലിറ്ററസി ഇല്ലാത്ത ആളുകളാണ് നമ്മൾ എല്ലാ ആളുകളും. അതുകൊണ്ട് ഈ ഒന്നാം പേജ് ഒഴിച്ച് ബാക്കിയെല്ലാം കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. കമ്പനിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് കമ്പനിക്കാർക്ക് മനസ്സിലാകാനും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാനുമാണ്. അതെന്താണെന്ന് മനസ്സിലായി അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കിക്കാവുന്ന ഉത്തരവാദിത്വമാണ് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ വളരെ അവധാനതയോടെ പെട്ടെന്ന് ഇത് തീരുമാനിക്കുന്നതിന് പകരം ഇത് കൂടുതൽ ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ പോകണം. അതോടൊപ്പം ഇതെന്താണെന്നുള്ളത് അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള നമ്മളെല്ലാവർക്കും, കാരണം ഇങ്ങനെ നാളെ ഒന്ന് അപ്രൂവ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഓരോ വാർഡിലും വാർഡ് കമ്മിറ്റി പോകുമ്പോൾ എന്താണ് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മളിത് എന്തിന് കൈയടിച്ച് പാസ്സാക്കിയെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുള്ളത് വരും. അപ്പോൾ ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് ഇനിയിപ്പം നിങ്ങളെല്ലാം 3-4 ദിവസം കഴിഞ്ഞ് ഡൽഹി പോകുന്നതുകൊണ്ടാണോ ഇപ്പം പാസ്സാക്കുന്നുള്ള സംശയം വരെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇത് തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് ഇതെന്താണെന്നുള്ളത് 101 കൗൺസിലർമാർക്കും മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ക്രിമറ്റോറിയത്തിൻ്റെ പദ്ധതി നല്ല കാര്യമാണ്, മനസ്സിലാക്കാൻ വേണ്ടി ഇവിടുത്തെയുള്ള ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പോയി. അപ്പോൾ ചെറിയ പദ്ധതികൾക്ക് പോലും നിങ്ങൾ ആളുകളെ വിട്ട് മനസ്സിലാക്കിക്കുമ്പോൾ ഇത്രയും അതിലേക്ക് ചെയ്യുന്ന വന്ന ഒരു പദ്ധതി ആയതുകൊണ്ടും കുറച്ച് പ്രധാനപ്പെട്ടവർ ഒരു തിങ്കളാഴ്ച കഴിഞ്ഞാൽ 1-2 ദിവസം ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ കൗൺസിൽ വിളിക്കേണ്ടി വന്നത്. ഇതിൽ ഏത് ഭാഗമാണ്, മുഴുവൻ ഭാഗമാണെങ്കിൽ മുഴുവൻ ചെയ്യാം, അല്ല ഏത് ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഇപ്പം തന്നെ വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീണ്ടും നീണ്ടുപോകുന്നത് ആകെയുള്ള കോർപ്പറേഷൻ്റെ വികസനത്തിനും പദ്ധതികൾ ലഭിക്കുന്നതിനും കാലതാമസം നേരിടുമെന്നുള്ളതുകൊണ്ട് മുഴുവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മുഴുവൻ ഭാഗവും വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗമാണെങ്കിൽ അത് ചെയ്യാം. അത് ചെയ്തിട്ട് പാസ്സാക്കി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നുള്ളതാണ്.